കാപ്പ കേസ് പ്രകാരമുള്ള റിപ്പോർട്ടിൽ മലയാളപ്പുഴ നല്ലൂർ സ്വദേശി ശരൺചന്ദ്രൻ അറിയപ്പെടുന്ന റൌഡി, കൊലപാതക ശ്രമമടക്കം 12 കേസുകളിലെ പ്രതി. 2023 ജൂലൈ 16 ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്നത്. ഈ കാലയളവിൽ പുതിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടരുത് എന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നവംബറിൽ തട്ടുകടയിൽ തല്ലുണ്ടാക്കി. ഇതോടെ കാപ്പ കേസ് വ്യവസ്ഥകളുടെ ലംഘനത്തിന് പുതിയ കേസായി. ഒളിവിൽ പോയ ഇയാളെ പിടിച്ചത് കഴിഞ്ഞ ഏപ്രിലിൽ. ജാമ്യം ലഭിച്ചതിനു പിന്നാലെ കൊലപാതക ശ്രമക്കേസിൽ അകത്തായി. ഈ കേസിൽ പുറത്തിറങ്ങിയത് 2 ആഴ്ച മുൻപും. ആ ശരൺചന്ദ്രനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ യുവമോർച്ചയിൽ നിന്നപ്പോൾ നിങ്ങൾ ഒരു ഇത്തരം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് ശരിയായ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോഴാണ് ഇപ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായിട്ട് കാണുന്നത്. അത് സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടർന്നവർ അത് ഉപേക്ഷിച്ചാണ് CPM-ന്റെ ഭാഗമായതെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. അവർ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ചെങ്കൊടി ഏന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. മറ്റു പാർട്ടികൾ വിട്ടുവന്നവരെ സ്വീകരിച്ചുകൊണ്ട് കുമ്പഴയിൽ CPM ഇന്നലെ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അതേസമയം ശരൺചന്ദ്രനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് നേതൃത്വത്തിന്റെ വിശദീകരണം ശരിയാണ്. ആകെയുള്ള 12 കേസുകളിൽ 11 രാഷ്ട്രീയ ബന്ധമുള്ളത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.